അയ്യോ, ദേഷ്യം വന്നെന്നാ തോന്നുന്നേ. അമ്മോ, എന്തിനാ നീ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോയേ? അമൂല്യ പറയുന്നത് അവർക്ക് മനസ്സിലാവുമല്ലോ. അവരോട് ഈ സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാ തോന്നുന്നേ. സ്വന്തം വീട്ടുകാരോട് ഇത്രയധികം സ്നേഹമുള്ള നിനക്ക് മറ്റൊരു വീട് ഒരിക്കലും അന്യമാകില്ല. നാളെ തന്നെ നീ എന്റെ മകനെ മീറ്റ് ചെയ്യും. നീ തന്നെയാണ് എന്റെ മരുമകളെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ അമ്മേ, ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് പോകാൻ ലേറ്റ് ആയി. മിനിയാന്ന് തൊട്ട് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട്. കയ്യിൽ കിട്ടാത്ത കണക്കിന് നടക്കുവല്ലേ? എല്ലാവരും ഉള്ളപ്പോ സംസാരം വേണോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് നീ തന്നെയല്ലേ? തൽക്കാലം ഇപ്പൊ വീട്ടിലാരുമില്ല, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശരി പറ. നീ ചെയ്തത് ശരിയല്ല ശാരികെ. വേദാന്ത് ആരാ? അവന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെ അനിയന് എന്റെ അനിയത്തിന്റെ മോളായിട്ട് നിശ്ചയം നടത്തിയിരിക്കുക. എത്ര അടുത്ത ബന്ധമാണ് നമ്മുടേത്. അങ്ങനെ ഒരു വ്യക്തിയെ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജയിലിൽ അയച്ചല്ലോ നീ. ദൈവം നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. മതി, മിണ്ടാതിരിക്കമ്മേ. ദൈവം അത് ഇത് എന്നൊന്നും പറഞ്ഞ് എന്റെ അടുത്ത് വരണ്ട. ദൈവം എന്റെ കാര്യത്തിൽ എന്താ ശരിയാ ചെയ്തിട്ടുള്ളത്? നിനക്ക് എന്താണ് കുറവ്? ആ ദൈവം ഇനി എന്ത് ചെയ്യണമായിരുന്നു? വിക്കിയെ വേണമായിരുന്നു. ഞാൻ ആ വീട്ടിലെ മരുമകളാവണമായിരുന്നു. ഞാൻ വിക്കിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞിട്ടും നിങ്ങൾ എല്ലാവരും കൂടി വിക്കിനെ ആ കിളവിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുവല്ലേ? ആ ദൈവം നിങ്ങളോട് ക്ഷമിക്കോ? നീ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ യെസ് എന്ന് പറയാൻ ഞാൻ നിന്റെ അച്ഛനെ പോലെ അല്ല. നീ മരിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്റെ തനി സ്വഭാവം പുറത്തു വന്നേനെ. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനിയും നീ നന്നായില്ലെങ്കിൽ എന്ത് തന്നെ വന്നാലും ഞാൻ അനങ്ങില്ല. നാളെ അമൂല്യയെ കാണാൻ പയ്യൻ വരുന്നുണ്ട്. അവിടെ നീ ഞങ്ങളുടെ മതിപ്പ് കളയാൻ പാടില്ല, മനസ്സിലായോ? ഇവളിവിടെയുണ്ടോ? രാവിലെ തൊട്ട് ഞാൻ നിന്നെ തിരയാ. നീ ഇവിടെ വന്നിരിക്കുക. അമൂല്യ, എന്റെ ക്യാബിനിലേക്ക് വാ. എന്റെ ഒരു വിധി. ഞാൻ മാത്രം ബോസ് ബോസിനെ വിളിച്ച് എപ്പോഴും റെസ്പെക്ട് കൊടുക്കണം. ഇങ്ങോട്ടേക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരു കുന്തവും ഇല്ല. എന്തൊരു മനുഷ്യനായത്. ബോസ്, ഞാൻ ഇവിടെ അഡ്മിനാ. വാ പോന്നൊക്കെ വിളിച്ചാ എങ്ങനെ ശരിയാവാനാ? നീ ഇവിടുത്തെ അഡ്മിൻ അല്ലേ? ആരോട് ചോദിച്ചിട്ടാ നീ രാവിലെ ലേറ്റ് ആയി വന്നത്? അതാദ്യം പറ. അയ്യോ, ഇന്നലെ ഞാൻ കാര്യം പറഞ്ഞപ്പോ അന്യനായിരുന്നു. ഇപ്പൊ ഗജനി പോലെ ആയല്ലോ. ദൈവമേ, ഇവനെ നീ തന്നെ രക്ഷിക്കണേ. നിന്റെ അടുത്താടി ചോദിക്കുന്നേ. ആരോട് ചോദിച്ചിട്ടാ ലേറ്റ് ആയി വന്നേ? വേറെ ആരോടാ? നിങ്ങളോട് തന്നെ. നോണ പറയാൻ നീ അല്ലേലും മിടിക്കുകയാണല്ലോ അല്ലേ? ഈ ഡ്രാമ എന്റെ അടുത്ത് വേണ്ട. ജോലി ചെയ്യാൻ മടിയുള്ള കുടി മടിച്ചേ. പെർമിഷൻ ചോദിച്ച കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളോട് തന്നെയല്ലേ പെർമിഷൻ ചോദിച്ചേ? എന്നിട്ട് എങ്ങനെയാ ബോസേ നിങ്ങളോട് കള്ളം പറയാൻ പറ്റുന്നേ? സത്യമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. നീ അങ്ങോട്ട് പറഞ്ഞ ഞാനത് വിശ്വസിക്കണോ അല്ലേ? ബോസ്, വെറുതെ എന്നെ സംശയിക്കാൻ നിൽക്കരുത്. വീട്ടിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ലേറ്റ് ആയേ. കള്ളം പറഞ്ഞ് പെർമിഷൻ എടുക്കുന്ന ആളല്ല ഞാൻ. നീ ജോലി ചെയ്യുന്നത് എന്റെ ഓഫീസിലാ. വീട്ടിൽ എത്രമാത്രം ജോലി എന്താ നിനക്ക്? വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ലേറ്റ് ആയേ. ശരി, ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോട് സംസാരിച്ച് നിൽക്കാതെ പെട്ടെന്ന് ഇറങ്ങണമായിരുന്നു ഇങ്ങോട്ട്. ആക്ച്വലി അവര് ശരിക്കും എന്തിനാ വന്നത്?
അത് ആക്ച്വലി അവര് പറയ്. അതല്ലെന്തിനാ നിങ്ങൾ അറിയുന്നേ? നിങ്ങൾ എന്റെ ബോസ് അല്ലേ, അല്ലാതെ ബോയ് ഫ്രണ്ട് അല്ലല്ലോ. ഷട്ട് അപ്പ്. തോന്നിവാസം വിളിച്ച് പറയല്ലേ. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് എങ്ങനെ ആവും? ഐ ആം യുവർ ബോസ്. വെറുതെ തലേ കയറല്ലേ. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഗസ്റ്റ് വന്നു എന്ന് പറഞ്ഞപ്പോ ആരൊക്കെയാ വന്നത്, എന്തിനാ വന്നത്, ഏത് ഡ്രസ്സാ ഇട്ടത്, അവരെന്താ കഴിച്ചത്, ആരൊക്കെ എന്തൊക്കെ കഴിച്ചു, ഇതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? റീസൺ ഇല്ലാതെ ഞാനൊന്നും ചോദിക്കില്ല. അത് തന്നെ ബോസ്. എന്റെ വീട്ടിൽ വന്ന ഗസ്റ്റിനെ പറ്റി ഇത്രയൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സാ ഉള്ളത്? അതും ബോസ് ആയിട്ട്. ഉണ്ട്, എനിക്ക് റൈറ്റ് ഉണ്ട്. ചേച്ചിയുടെ കല്യാണം, ഏകാദശി, ബന്ധുക്കളെ വീട്ടിലെ പാല് കാച്ചൽ, ഇതൊക്കെ പറഞ്ഞ് ലീവ് എടുക്കാറല്ലേ നീ? ഇന്നും അതേപോലെ എന്തെങ്കിലും ഉടായ്പ കാണിച്ച് ലീവ് എടുക്കുമെന്ന് അറിയാനായിരുന്നു ഞാൻ അങ്ങനെ ചോദിച്ചേ. എന്നെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരു എംപ്ലോയി എങ്ങനെ സംശയിക്കുന്നത് മോശമല്ലേ ബോസ്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലീവ് ഒക്കെ എടുത്തിട്ടുണ്ടാവും, അതൊക്കെ ശരിയാ. പക്ഷെ ഞാൻ കാരണം ഇതുവരെ ഒരു ജോലിയും പെൻഡിങ് ആയിട്ടില്ലല്ലോ. വല്ലാതെ ഓവർ ആവണ്ട. ഈ ഓഫീസിലെ അഡ്മിൻ നീയാണ്. നീ വന്നില്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിൽ കുറെ ജോലി പെൻഡിംഗ് ആണ്. ഇൻസ്പെക്ഷൻ എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ ചോദിച്ചത്. മനസ്സിലായോ? ഓ, നിങ്ങൾ ഈ ആംഗിളിലാണോ വന്നത്? ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു. വേറെ എന്താ നീ ആലോചിച്ചേ? ഒന്നുമില്ല, അതൊക്കെ വിട്. രാവിലെ ഞാൻ എന്താ വരാത്തേന്ന് എന്തിനാ അന്വേഷിച്ചേ? അതോ അത് എനിക്കിട്ട് പണി തരാൻ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുമായിരിക്കും അല്ലേ? ഇപ്പൊ ശരിക്കും നിങ്ങൾ പെട്ടു. കാരണം എന്താണെന്ന് പറ, നോക്കട്ടെ. ആ പറ ബോസ്, എന്താ കാര്യം? നിന്നോടത് ചോദിക്കണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാ. എന്നോടോ? എന്താ ബോസ്? നിന്നെ കാണാൻ ഇന്ന് ഏത് പയ്യനെ വന്നേ? വന്നല്ലോ എന്ന് പറയാനായിട്ട് എന്താ പയ്യനാണോ വന്നേ? നിന്നെ കാണാനേ ഒരു പയ്യനെ പോലെയല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നെ കാണാനായിട്ട് ഏതെങ്കിലും ഒരു ആൺകുട്ടിയെങ്കിലും ചിലപ്പോ വരും. എന്നാൽ നിങ്ങളെ കാണാനായിട്ട് ഒരു പെൺകൃമി പോലും വരാൻ പോകുന്നില്ല. മനസ്സിലായോ? ഞാൻ പറയുന്നതിന് തർക്കുത്തരം പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ലല്ലേ നിനക്ക്? നോർമൽ സംസാരാണെങ്കിൽ ഞാൻ അവര് പറയുന്നത് ഇരുന്നങ്ങ് കേൾക്കും. എന്നാ എതിരെ നിൽക്കുന്ന ആള് കിട്ടുന്ന ഗ്യാപ്പിൽ എന്നെ കളിയാക്കിയാ എന്റെ കയ്യിലെ കൗണ്ടർ സ്റ്റോക്കാ. അത്രയും പ്രായമില്ലേ? നാണമില്ലല്ലോ നിനക്ക്? നോൺസെൻസ്. ശരി ആയിക്കോട്ടെ, പയ്യന്റെ കാര്യം ചോദിച്ചിട്ട് പിന്നെ അത് മറന്നോ? ഞാൻ മറന്നിട്ടൊന്നുമില്ല. നീയല്ലേ ടോപ്പിക് മാറ്റിയേ? ശരി, ഞാൻ ആ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നു. എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? അതാദ്യം പറ. നിന്നെ കാണാൻ ഏതോ പയ്യൻ വന്നെന്ന് അറിഞ്ഞു. നീ ഇത്ര പെട്ടെന്നൊന്നും കല്യാണം കഴിക്കണ്ട. സിസ്റ്റർ, വാട്ട് ഈസ് ദിസ് വേദാന്ത്? പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങിയില്ലേ? അല്ല, നാളെ MLA ആയിട്ട് അതിനുശേഷം CM ആകും ഞാൻ. എതിർ പാർട്ടിക്കാരെങ്ങാനും ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദാന്തിന്റെ ഈ കഥ വെച്ച് എന്നെ മുതലെടുക്കാൻ നോക്കില്ലേ? എന്റെ CM സീറ്റും എന്റെ കയ്യിൽ നിന്ന് പോവില്ലേ? പിന്നെ എന്റെ റെപ്യൂട്ടേഷൻ എന്താവും പറയേ? നിന്റെ ഒടുക്കത്തെ ഒരു റെപ്യൂട്ടേഷൻ. നീ CM ആവുന്നത് പോയിട്ട് പാർലമെന്റിന്റെ പടി ചവിട്ടാനുള്ള ഭാഗ്യം പോലും എന്തായാലും നിനക്കുണ്ടാവില്ല. എന്താ സിസ്റ്റർ ഇങ്ങനൊക്കെ? ബാക്കിയുള്ളവരോട് ദേഷ്യം എന്നോടാണോ കാണിക്കുന്നേ? അല്ല, അതിനിപ്പോ എന്താ പറ്റിയേ? വൈ ആർ യു സോ അപ്സെറ്റ്? എനിക്കെന്തോ ആ ശാരിക പറഞ്ഞ കാര്യം സത്യമായിരിക്കുമെന്നാ തോന്നുന്നത്. പെട്ടെന്ന് ചേച്ചിയുടെ ചിന്ത എങ്ങനെ ശാരികയുടെ അടുത്തോട്ട് പോയത്? എന്നാ ഇത് കുടിക്ക്, ബാക്കിയുള്ളതൊക്കെ പിന്നീടാകാം. ശാരിക എന്താ പറഞ്ഞെന്ന് നിനക്കറിയോ? എനിക്കെന്തോ ഈ അമൂല്യ വേദാന്തിനെ മയക്കാൻ ശ്രമിക്കുമെന്നാ തോന്നുന്നേ. സംശയം ഉണ്ടായിരുന്നു, എന്തോ ഏതോ സംഭവിക്കുന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞാനത് അമ്പലത്തിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ മകന്റെ കാര്യം ഇങ്ങനെ ഇരിക്കട്ടെ, ആദ്യത്തെ മകനും കുഴി വീഴുന്ന ലക്ഷണമാ. വേദാന്ത് ഒരിക്കലും ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇവളൊക്കെ എവിടുന്ന് വരുന്നു എന്തോ. അമ്പലത്തിൽ വെച്ച് വേദാന്ത് അമൂല്യയുടെ കൈ പിടിച്ചോണ്ട് അവിടെ നിന്നത്. ഇങ്ങനെ വിട്ടു കഴിഞ്ഞാ കൈ പിടിച്ച് എണീപ്പിച്ചവളെ തന്നെ കൈ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാ സംശയം. ഷട്ട് അപ്പ്. ഇമാജിൻ ചെയ്യാൻ പോലും ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അവർക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല.
അത് തന്നെ, കാണാൻ വന്ന പയ്യനെ ചാടി കയറി കെട്ടണ്ടെന്ന്. ഹലോ ബോസ്, എന്നോട് കല്യാണം കഴിക്കണ്ടെന്ന് പറയാൻ നിങ്ങൾ ആരാ? ഞാൻ നിന്റെ ബോസാണ്. അത്രയല്ലേ ഉള്ളൂ. ബോസ് മാത്ര, അല്ലാതെ ഫ്രണ്ടും അല്ല ബോയ് ഫ്രണ്ടും അല്ല. ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ എന്താ കുഴപ്പം? പിന്നല്ലാതെ നിങ്ങൾ എന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ എന്നെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാലോ എന്ന് ടെൻഷൻ ഉണ്ടാവില്ലേ? ഇനി വീട്ടുകാരുടെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ വീടിന്റെ അവസ്ഥ കൊണ്ടോ ഞാൻ എങ്ങാനും കല്യാണത്തിന് സമ്മതിച്ചാലോ എന്നുള്ള ടെൻഷനില് ചിലപ്പോ വേണ്ടാന്ന് പറയാൻ സാധ്യതയുണ്ട്. എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, ഇനി ആകുകയില്ല. പിന്നെന്തിനാ എന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് ഇത്രയ്ക്ക് അങ്ങ് ടെൻഷൻ ആവുന്നേ? അതെന്താന്ന് വെച്ചാ നീ എന്റെ കമ്പനി എംപ്ലോയി അല്ലേ. ആസ് എ ബോസ് നിനക്ക് നല്ല വഴി പറഞ്ഞു തരേണ്ടത് എന്റെ ഡ്യൂട്ടി അല്ലേ. സത്യം പറ ബോസ്, നിങ്ങൾ എന്തിനാ എന്നോട് കല്യാണം കഴിക്കണ്ടെന്ന് പറയുന്നേ? ആക്ച്വലി എന്താന്ന് വെച്ചാ ഇപ്പൊ മനസ്സിലായി, ശരിക്കും മനസ്സിലായി. ഡൗട്ട് എല്ലാം ക്ലിയർ ആയി, ക്രിസ്റ്റൽ പോലെ ക്ലിയർ ആയി. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? അത് തന്നെ, അന്ന് ശ്രീവത്സന്റെ തല തിന്ന പോലെ ഈ ഓഫീസിലുള്ള ആരും തന്നെ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല, കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്നു പറഞ്ഞ് കല്യാണം മുടക്കുന്നല്ലേ. അതുപോലെ തന്നെ എന്റെയും കല്യാണം നടക്കാതിരിക്കാൻ പ്ലാൻ ചെയ്യുവാണല്ലേ. എന്താ ബോസ് സൈലന്റ് ആയി പോയത്? ഞാൻ പറഞ്ഞത് ശരിയാണല്ലേ? കുറച്ചൊക്കെ ശരിയാ, ബട്ട് ഞാനിത് പറയുന്നതിനൊരു റീസൺ ഉണ്ട്. ചുമ്മാ ഞാനൊന്നും പറയില്ല. അതിനൊക്കെ ബാക്ക് സ്റ്റോറി വേറെയുണ്ട്. ശരി, ഇനി എന്താ റീസൺ എന്ന് പറ. കല്യാണം കഴിച്ചവര് കിടന്ന് കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ? കഴിച്ചില്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സോ നീ അതിൽ പോയി ചാടണ്ടെന്ന് പറഞ്ഞതാ. ഈ ലോകത്തിൽ കല്യാണം കഴിക്കാത്തവരെക്കാളും കൂടുതൽ കല്യാണം കഴിച്ചവര് തന്നെയാ. അതുകൊണ്ടാ നിങ്ങൾ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നത്. കല്യാണം കഴിക്കാത്ത ആളുകൾക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവും. അതാരും കാണുന്നില്ലേ? ആരെങ്കിലും കിണറ്റിൽ ചാടിയ നീയും ചാടുവോ? ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവില്ല നിനക്ക്? അതോ ഇല്ലാത്തായി അഭിനയിക്കുവാണോ നീ? എനിക്ക് എന്തായാലും ബോസിനേക്കാളും ബുദ്ധിയുണ്ട്. അതുകൊണ്ടാ ഞാൻ നിങ്ങൾ പറയുന്ന കേൾക്കാത്തെ. ഞാൻ എനിക്ക് എന്താണോ തോന്നുന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ. ചുമ്മാ എല്ലാത്തിനും തർക്കുത്തരം പറയണ്ട. ഞാൻ നിന്നോട് വഴക്കിടാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, നിന്റെ നല്ലതിന് വേണ്ടിയാ. കല്യാണമൊന്നും കഴിക്കാൻ നിൽക്കണ്ട. ബോസേ, ഇത് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? ശരി, നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട. അതും പറഞ്ഞോണ്ട് ആരും നിങ്ങളുടെ പുറകെ നടക്കുന്നില്ല. അതുമാത്രല്ല, എന്നെ കാണാൻ ഇതുവരെ ആരും വന്നില്ല. എനിക്ക് വേറെ പണിയുണ്ട്. വെറുതെ എന്റെ തല തിന്നാൻ നിൽക്കുന്നേ. ഈ കാര്യത്തെ പറ്റി എനിക്ക് സംശയം ഉണ്ടായിരുന്നിട്ടും നമ്മുടെ വേദാന്ത് ഇതുപോലെയുള്ള പിച്ചക്കാരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പിടിച്ചോണ്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? കുഞ്ഞിനെ എണീപ്പിക്കുന്നത് നീ തന്നെയാ, തൊട്ടിലിൽ കിടത്തി ഉറക്കുന്നത് നീ തന്നെയാ. ഏതായാലും കണ്ട കാര്യങ്ങളൊക്കെ മറച്ചു വെക്കണ്ടെന്ന് കരുതി തുറന്ന് പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞതിന് ശേഷം നമ്മുടെ വേദാന്ത് ആരെ എവിടെയാണ് നിർത്തേണ്ടെന്ന് അറിഞ്ഞാ അത് തന്നെ വലിയ കാര്യം. അതുകൊണ്ടാ രണ്ട് കാര്യവും ചേച്ചിയോട് പറഞ്ഞത്. വേദാന്ത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ പെണ്ണിനെ എനിക്ക് വിശ്വാസമില്ല. അപ്പോഴത്തെ കാര്യം നമുക്ക് അപ്പം നോക്കാം. ചേച്ചി ഇപ്പൊ ചായ കുടിക്കേ? ഈയിടെയായിട്ട് വിക്കി എപ്പോ നോക്കിയാലും അവളുടെ കൂടെ ഉണ്ടാവും. കാര്യങ്ങളുടെ കിടപ്പ് എന്താണെന്ന് ഞാൻ അവനോട് ചോദിച്ചോളാം. അതൊക്കെ ശരിയാ. ചേച്ചി ഇപ്പൊ കാ കുടിക്കാൻ നോക്ക്. കോഫിക്കകത്ത് ആരെങ്കിലും ആൽക്കഹോൾ മിക്സ് ചെയ്യോ? നോൺസെൻസ്. വിസ്കി മിക്സ് ചെയ്തത് എന്റെ ഗ്ലാസ്സിലല്ലായിരുന്നോ? എക്സ്ചേഞ്ച് ആയി പോയോ? എനിക്കിത് മാത്രം മതി, വേറെ ഒന്നും തന്നെ വേണ്ട. ഈ ലോകം തന്നെ എനിക്കുള്ളതല്ലേ. ഈ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല വിക്കി. അമ്മ അത്രയ്ക്കൊക്കെ കണ്ടീഷൻ വെച്ചിട്ടും ഞാൻ മറ്റെന്തോ കാരണം ഉണ്ടെന്നാ കരുതിയത്. എന്നിട്ട് അവസാനം അവളത് സമ്മതിച്ചു. അല്ല, റൗഡി കൊച്ചിനോട് എന്റെ ചേട്ടന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ അവള് കല്യാണ ഡെമോ കാണിക്കാൻ പോവാണോ? അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്ത വിക്കി. അമ്മു ലവ് മാരേജിനെ എത്ര തന്നെ വെറുത്താലും ശരി, അവസാനം ലവ് മാരേജ് തന്നെയായിരിക്കുന്ന എന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ അവള് കണ്ടീഷൻ എല്ലാം പറഞ്ഞപ്പോ കല്യാണത്തിന് സമ്മതം മൂളി. അതാ എനിക്കിപ്പോ പേടിയാവുന്നത്. ഓ, അറേഞ്ച് മാരേജ് അത്ര നല്ലതല്ലാന്നാ? അങ്ങനെയൊന്നും അല്ല വിക്കി. ആ പയ്യൻ ആരാ എന്താ എന്നതൊക്കെ എനിക്കൊരു സംശയം. അവനും ഗൗതമിനെ പോലെ എങ്ങാനും. ശേ, അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്നേ. റൗഡി കൊച്ചി നിന്നെ പോലെ സോഫ്റ്റ് ഒന്നും അല്ല.
പയ്യന്റെ ആക്ടിവിറ്റീസ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം തീർന്നു. അവള് പുറത്ത് അങ്ങനെയൊക്കെ പെരുമാറിയാലും മനസ്സുകൊണ്ട് എന്നെക്കാളും ഭയങ്കര പാവമാണ്. അവളും ഗൗതമിനെ എന്നേക്കാൾ കൂടുതൽ വിശ്വസിച്ചിരുന്നല്ലോ. ആ ശരിയാ, ആ ഒരു കാര്യത്തില് ചേട്ടൻ ഒഴികെ എല്ലാവരും പറ്റിക്കപ്പെട്ടു. ഇപ്പോഴെനിക്ക് പേടിയാവുന്നത് അതേ കാര്യം കൊണ്ട് തന്നെയാ. നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നേ. അല്ല, ഇതുവരെ കല്യാണം നടന്നിട്ടില്ലല്ലോ. ഇതുവരെ ചെക്കൻ അങ്ങോട്ട് വന്നിട്ടില്ല, അവരിതുവരെ സംസാരിച്ചിട്ടില്ല. പ്രോസസ് പ്രകാരം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. ഇതിന്റെ ഇടയിൽ നീ ഇങ്ങനെ തുടങ്ങിക്കോ. എനിക്കറിയില്ല, അവൾ എനിക്ക് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും സ്വന്തം ജീവിതം നശിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. അത് മാത്രം മതി. മതി, സമയമായി, വാ പോവാം. ഓക്കെ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടോ. ബൈ, ലവ് യു. കല്യാണത്തിനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടല്ലോ. ആ കേട്ടായിരുന്നോ? ഇപ്പൊ വന്നപ്പോ ഞാൻ പറയുന്നത് കേട്ടു. ഇനി ആരെ കുഴി ചാടിക്കാനാ നോക്കുന്ന രണ്ടാളും? അതെന്താണെന്നറിയോ, നമ്മുടെ റൗഡി കൊച്ചിന്റെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കായിരുന്നു. വാ. സഡനായിട്ട് ഇവനെന്താ പറ്റിയേ? ഹലോ, നിങ്ങളെല്ലാരും എന്തോ അത്ഭുത ജീവിയെ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഞാനിപ്പോ എന്തോ ചെയ്ത പോലെ ഉണ്ടല്ലോ. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ ചേച്ചി, എന്തോ പറ്റിയേ? എടി പൊട്ടിക്കാളി, നീ എങ്കിലും ഒന്ന് പറ, എന്താ കാര്യം? എന്താ ഇങ്ങനെ നോക്കിയേക്കുന്നേ? ചേച്ചി, ഈ കൊരങ്ങുകളുടെ കൂട്ടത്തിൽ ചേച്ചി അങ്ങ് കൂടിയോ? ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നോട് ദേഷ്യം. അതെ, അതെന്താണെന്ന് തന്നെ ഞാൻ ഈ ചോദിച്ചോണ്ടിരിക്കുന്നേ. നീ രാവിലെ ചെയ്തത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? രാവിലെയോ? ഞാൻ അതിനെന്ത് ചെയ്തു? അച്ഛനും അമ്മയെ കുറിച്ചും ഞങ്ങളെ പറ്റിയൊക്കെ ചില കണ്ടീഷൻ എല്ലാം വെച്ചിരുന്നില്ലേ? ഇതിനെല്ലാം സമ്മതം തന്നു കഴിഞ്ഞാ കല്യാണത്തിന് എനിക്ക് സമ്മതമാണെന്ന് നീ പറഞ്ഞത് ശരിയാണോ? പറമ്മു. ഓ, നിങ്ങൾ അവിടെയാണോ? അതെ, പറഞ്ഞു. അതിലെന്താ തെറ്റുള്ളത് ചേച്ചി? നിനക്ക് നിന്റേതെന്ന് പറഞ്ഞിട്ടൊരു ലൈഫില്ലേ അമ്മു? നിനക്ക് സ്വന്തമായിട്ട് സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ ചേച്ചി? നീ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതല്ലേ? ഒന്നും ചിന്തിക്ക പോലും ചെയ്യാതെ പയ്യൻ ആരാണെന്ന് പോലും നോക്കാതെ സമ്മതം കൊടുത്തില്ലേ ചേച്ചി? ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ നോക്കിക്കോളാം ചേച്ചി. ഞാൻ പഠിത്തം എല്ലാം കഴിഞ്ഞ് നല്ലൊരു ജോലിക്ക് കയറി അച്ഛനെ അമ്മയെ നല്ല പോലെ നോക്കിക്കോളാം. ക്ലാസ്സിൽ ഞാൻ തന്നെയാണ് ടോപ്പർ. ഞാൻ എന്തായാലും IAS ഓഫീസർ ആവാൻ ചേച്ചി. സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും അമ്മു. അമ്മു, നീ നിന്റെ ആഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കണം. അതെന്തായാലും വേണം. നീ വലിയ ത്യാഗറാണിയൊന്നും ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് ത്യാഗമൊന്നും അല്ല പിള്ളേരെ. അല്ല ചേച്ചി, അത് തന്നെയാ പറഞ്ഞേ. നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ തെറ്റായിട്ട് എടുക്കുന്നേ? എന്നാ IAS പാസ് ആവാനും പറ്റില്ല. എന്റെ അവസാന ശ്വാസം വരെ എനിക്ക് എപ്പോഴും നിങ്ങൾ തന്നെയാ ഇമ്പോർട്ടന്റ്. ഇത് എന്റെ ഫാമിലിയാ. എന്നെ ചുറ്റി നിൽക്കുന്ന നിങ്ങൾ തന്നെയാ എനിക്ക് എപ്പോഴും വലുത്. പുതിയ ബന്ധങ്ങളൊക്കെ വന്നു കരുതി വീട് പുതിയതായിരിക്കും, എന്നാ എന്റെ ലോകം നിങ്ങളാണെന്ന് അവരോട് ക്ലിയർ ആയിട്ട് അങ്ങ് പറഞ്ഞു. അത്രേ ഉള്ളൂ. നീ നിന്റെ സംസാരം കൊണ്ട് ഞങ്ങളുടെ എല്ലാം വായ അടപ്പിക്കാം. നീ ആ പയ്യൻ ആരാണെന്ന് കാണാതെ സമ്മതം മൂളേണ്ട കാര്യമില്ലായിരുന്നു. പയ്യനെ കാണാൻ എങ്ങനെയായ എന്താ ചേച്ചി? അവന്റെ സ്വഭാവല്ലേ പ്രധാനം. ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സമ്മതിച്ചാ തന്നെ അവൻ നല്ലവനാണെന്നല്ലേ അർത്ഥം? എന്നാലും ചേച്ചി, എന്റെ തലയില് ആരുടെ പേരാണോ എഴുതിയിട്ടുള്ളത് അവനെ തന്നെ കിട്ടും. വെറുതെ നിങ്ങളെല്ലാരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ എന്തായാലും എന്റെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. എന്താന്ന് വെച്ചാ നിങ്ങൾ എല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടം.
എങ്ങനെയുണ്ടായിരുന്നു ഓഫീസിലെ കാര്യങ്ങളെല്ലാം? ചേട്ടൻ വന്നില്ലായിരുന്നോ? രാവിലെ ഞാൻ വിളിച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ, അതാ ഞാൻ ചോദിച്ചേ. ആ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ അമൂല്യയുടെ കാര്യത്തില് ചെറുതായിട്ടൊന്ന് മാറി. പിന്നെങ്ങോട്ട് ശരിയായി. അമൂല്യയുടെ കാര്യത്തിനോ? എന്തിനാ? അത് പിന്നീട് പറയാം. അമ്മേ, നാളെ അമൂല്യെ കാണാൻ ചെക്കന്റെ വീട്ടുകാർ വരുന്നുണ്ടെന്ന് ചെറിയമ്മ വിളിച്ചു പറഞ്ഞതാ. അതെ മോനെ, പ്രമി എന്നോടും വിളിച്ചു പറഞ്ഞിരുന്നു. വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ പെൺകുട്ടികൾ വേണം. അതുകൊണ്ട് നീ വേണമെങ്കിൽ ഓഫീസിലേക്ക് പൊക്കോ. പക്ഷെ ആദ്യയും ശാരികയും എന്തായാലും അങ്ങോട്ട് വിടണമെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ അമൂല്യെ കാണാൻ വരുന്ന കാര്യം സത്യമാണ്. എന്ത്? അല്ല, ആരതിയുടെ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അമൂല്യയുടെ കല്യാണം നോക്കുകയാണോ? നമുക്ക് ഒരാളുള്ളത് കൊണ്ടാ എപ്പോ നടക്കും, എങ്ങനെ നടക്കും എന്ന ടെൻഷനുള്ളത്. അങ്ങനെയുള്ളപ്പോ പ്രമിക്ക് 4 പെൺകുട്ടികളാ ഉള്ളത്. ഒരാളുടെ കഴിഞ്ഞ് മറ്റൊരാളുടെ നടത്താന്ന് വിചാരിച്ച് ശരിയാകൂ? നല്ല ആലോചന വന്നാൽ അത് നടത്തും. ഓ, എന്ന് വെച്ചാ നാളെ നിങ്ങൾ എല്ലാരും പ്രമീലയുടെ വീട്ടിൽ പോകുന്നു എന്നർത്ഥം? അതെ, നാളെ രാവിലെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോവുക. അത് ഇതെന്നൊക്കെ പറഞ്ഞ് ആരും ഒഴിവാക്കാൻ പാടില്ല. സാരികെ, നീയും എന്റെ കൂടെ വരുന്നുണ്ട്, അത്ര തന്നെ. ചേട്ടനും അമൂല്യം ഒന്നിക്കുമെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ വേറെ ടെസ്റ്റാണല്ലോ നടന്നത്. നിങ്ങൾ എനിക്കൊരു അവസരം തന്നു കഴിഞ്ഞാ ഈ ജീവിതം മുഴുവൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു തീർക്കണം എന്നാ എന്റെ ആഗ്രഹം. നിങ്ങള് എന്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? പെൺകുട്ടിയുടെ കംപ്ലൈന്റില് ഏത് രാത്രിയാണോ ഹാരാസ്മെന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നേ, ആ രാത്രി മുഴുവൻ വേദാന്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നോട് കല്യാണം കഴിക്കണ്ടെന്ന് പറയാൻ നിങ്ങൾ ആരാ? കല്യാണമാണത്ര കല്യാണം. എല്ലാവർക്കും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനെ പറ്റിയും അറിയില്ല. ഇപ്പൊ കഴുതയും ചെന്ന് ചാടുക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അമ്മു, നീ ഇങ്ങനെയുള്ള മുറുക്ക് നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആരതി കാറ്ററിംഗിന്റെ ഉപ്പേരിക്കും മിച്ചറിനും എല്ലാം ഞാനാ ബ്രാൻഡ് അംബാസിഡർ. ഇതെന്താ തമാശയാണോ? അമ്മ ഒരു മിനിറ്റ്, ഞാൻ പോരാവേ. ഹലോ. ഓ, നീയായിരുന്നോ? പറ. ഹലോ പറഞ്ഞ പിന്നെ മിണ്ടുന്നേ ഇല്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇനി ചത്തോ? എടോ, എന്താണോ നിന്റെ പ്രശ്നം? കോൾ ചെയ്തിട്ട് എന്തിനാ മിണ്ടാതിരിക്കുന്നേ? കാര്യം എന്താന്ന് പറയാൻ എന്താ ഇത്ര മടി? സംസാരിക്കാൻ നീ ഒരു ഗ്യാപ്പ് തന്നാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ശരി, ആയിക്കോട്ടെ. ഞാൻ കുറച്ച് ബിസി, അപ്പൊ പിന്നെ വിളിക്കാം. നിനക്ക് എന്താ അത്ര വലിയ ബിസി? നീ എന്താ ചെയ്യുന്നേ? അതെല്ലാം നിങ്ങൾ എന്തിനാ അറിയുന്നേ? അപ്പൊ ഒരു പണിയില്ലാന്നർത്ഥം. പിന്നെന്തിനാ ഡയലോഗ്? അതുകൊള്ളാലോ. ആവശ്യമില്ലാത്ത ബിൽഡപ്പ് തരുന്നത് ഞാനാണോ അതോ നീയോ? നിനക്ക് മാത്രമുള്ള ഈ ബിസിനസ് ഒക്കെ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾക്കും തിരക്കുണ്ട്. എന്തായാലും പിന്നെ സംസാരിക്കാം. ഫോൺ വെക്കും. എനിക്കിപ്പോ സംസാരിച്ചേ പറ്റൂ. ഈ ലോകത്തിൽ പറഞ്ഞാ മനസ്സിലാകാത്ത ഒരേ ഒരു മനുഷ്യൻ, അത് നീയാ. അതെ, എന്നോട് റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചോണ്ടല്ലോ. ഒരു വർക്കിന്റെ കാര്യം പറയാനാ കോൾ ചെയ്തത്. ബോസായി എനിക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം. നിന്റെ ഫ്രണ്ടിൽ കണ്ണാടി എന്തെങ്കിലും ഉണ്ടോ? ശരിക്കൊന്ന് മുഖം നോക്ക്. അല്ല, ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോ ഓഫീസിൽ പോലും അല്ല. അത് മാത്രല്ല, ഞാനും നീയോ ഏതോ ജന്മപാപം കൊണ്ട് റിലേറ്റീവ് ആയതാ. പിന്നെ ഞാൻ എന്തിനാ നിനക്ക് എപ്പോഴും ഇങ്ങനെ റെസ്പെക്ട് തരുന്നേ? നീയല്ലേ ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, കോള് വെക്കാനൊക്കെ പറഞ്ഞ്. ഇപ്പൊ എന്താ തിരക്കൊന്നുമില്ലേ? അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ ടോമും നിങ്ങൾ ജെറിയാണെന്ന് തോന്നും.